രാഷ്ട്രീയത്തിൽ എന്ന് മാത്രമല്ല സംസ്ഥാനത്തൊട്ടാകെ ചർച്ചയാവുകയും വിവാദമാവുകയും ചെയ്ത വിഷയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഉയർന്നു വന്ന ലൈംഗിക പീഡന പരാതികൾ. ഒന്നിന് പിന്നാലെ ഒന്നായി നിരവധി ആരോപണങ്ങൾ രാഹുലിനെതിരെ ഉയർന്നു വന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിച്ചും എതിർത്തും നിരവധി ആളുകളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം രംഗത്ത് വന്നത്. കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തക ലക്ഷ്മി പത്മ ഫേസ്ബുക്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പുറത്തു വന്ന ഓഡിയോ എല്ലാം വ്യാജമെന്നും അങ്ങനെ ഒരു പെൺകുട്ടി ഇല്ല എന്നും അങ്ങനെ ഒരു ഗർഭമോ പോലും ഇല്ല എന്നും പറയുന്നവരോടാണ് എന്ന് തുടങ്ങുന്ന വിശദമായ കുറിപ്പായിരുന്നു ലക്ഷ്മി പത്മയുടേത്. അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടെന്നും അവർ വളരെയധികം മാനസികാഘാതത്തിലാണെന്നുമാണ് പോസ്റ്റിലൂടെ അവർ പറഞ്ഞത്. ആ ബന്ധത്തിൽ നിന്നും ആ പെൺകുട്ടിയുടെ ബുദ്ധി അവരെ പിന്തിരിപ്പിക്കുന്നുവെങ്കിലും മനസ്സിപ്പോഴും അയാളിൽ കുടുങ്ങിക്കിടക്കുന്ന നിസ്സഹായ മാനസികാവസ്ഥയിലാണ് അവർ എന്നുമായിരുന്നു വളരെ വൈകാരികത നിറഞ്ഞ ആ കുറിപ്പിൽ ലക്ഷ്മി പത്മ പങ്കുവച്ചത്. അതെന്ത് തന്നെ ആയാലും മാധ്യമ പ്രവർത്തനത്തിന്റെ പരിധിയിൽ വരുമെന്ന് കരുതാം. അക്ഷരങ്ങൾ കൊണ്ട് ജീവിക്കുന്നവരല്ലേ, ഇതിലും വലുത് പ്രതീക്ഷിച്ചാലും തെറ്റ് പറയാനില്ല. ലക്ഷ്മി പത്മ ജോലി ചെയ്യുന്ന മാധ്യമ സ്ഥാപനം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലപാടെടുക്കുകയും ശബ്ദം മാറ്റിയ ഓഡിയോ ക്ലിപ്പ് പുറത്തുവിടുകയും ചെയ്തിരുന്നു. അതിനിടയിൽ പലതവണയായി രാഹുലിന് സ്തുതി പാടിയ ലക്ഷ്മി പത്മ കളം മാറ്റി ചവിട്ടിയത് എന്തിനാണെന്നാണ് ഇപ്പോൾ ഉയർന്ന ചോദ്യം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ത്രീപീഡന ആരോപണം ഉയർന്നപ്പോൾ രക്ഷകയായി ആദ്യം എത്തിയ ആളുകളിൽ ഒരാളാണ് മാധ്യമപ്രവർത്തക കൂടിയായ ലക്ഷ്മി പത്മ. അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടെന്നും ഈ സംഭവത്തിന് ശേഷം അവർ മാനസിക സംഘർഷത്തിലാണെന്നും അശാസ്ത്രീയമായ ഗർഭചിത്രം കൊണ്ടുണ്ടായ ശാരീരിക പ്രശ്നങ്ങൾ അവളെ അലട്ടുന്നുണ്ടെന്നുമൊക്കെയുള്ള കാര്യങ്ങളാണ് ലക്ഷ്മി പത്മയുടെ കുറിപ്പ് വ്യക്തമാക്കുന്നത്. ഇത്തരത്തിലൊരു പോസ്റ്റ് ഇടണമെങ്കിൽ തീർച്ചയായും മാങ്കൂട്ടത്തിൽ ഇരയാക്കിയ ആ പെൺകുട്ടിയെ അവർക്ക് നേരത്തെ പരിചയമുണ്ടായിരിക്കും. കാരണം ഈ പറയുന്ന പോസ്റ്റിൽ ആദ്യമായി കാണുന്ന ഒരു വ്യക്തിയോടുള്ള സമീപനമല്ല ലക്ഷ്മി പത്മ നടത്തിയിരിക്കുന്നത്. മറിച്ച് തനിക്ക് ഏറ്റവും പരിചയമുള്ള ഒരാൾക്ക് സംഭവിച്ച അതിക്രമത്തിൽ അവർക്കൊപ്പം നിൽക്കുകയാണ് ചെയ്തത്. അങ്ങനെയല്ലെന്ന മറുപടിയാണെങ്കിൽ ചില സംശയങ്ങളാണ് ചോദിക്കാനുള്ളത്. കേരളത്തിൽ ചെറുതും വലുതുമായ എത്രയോ മാധ്യമ സ്ഥാപനങ്ങളുണ്ട്. അവിടെയൊക്കെ ജോലി ചെയ്യുന്ന എത്രയോ വനിതാ മാധ്യമ പ്രവർത്തകരുമുണ്ട്. എന്തുകൊണ്ടാണ് ലക്ഷ്മി പത്മ മാത്രം മാങ്കൂട്ടത്തിന്റെ അതിക്രമത്തിനിരയായ ആ പെൺകുട്ടിയെ പോയി കണ്ടു? കണ്ടത് രഹസ്യമായി വെക്കാതെ എന്തിനാണ് അത്തരം ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടത്? അതിനിടയിൽ ചില മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയും ശ്രദ്ധയിൽപ്പെട്ടു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ വനിതാ മാധ്യമ പ്രവർത്തകയെ കേസിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച 3 വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തുവെന്ന്. കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന സംഭവങ്ങളും ഇപ്പോഴത്തെ ക്രൈംബ്രാഞ്ചിന്റെ നീക്കവും ചേർത്ത് വായിക്കുമ്പോൾ എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു തകരാറുണ്ട്.